വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവറും യാത്രക്കാരും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കുക. ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ മദ്യപിച്ചുകൊണ്ടോ വാഹനം ഓടിക്കരുത്. ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു ബിഗിനർ, അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത ആൾക്കാരും വാഹനം ഓടിക്കുന്നവരും ഒക്കെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. കാരണം ഇത് മുഖാന്തരം വലിയ അപകടങ്ങൾ നമുക്ക് ഡ്രൈവിങ്ങിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് നന്നായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ടുള്ള ടെക്നിക്കുകളും ട്രിക്കുകളും വീഡിയോയിൽ പറയാം. ഒപ്പം തന്നെ വാഹനം നന്നായിട്ട് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും കമൻസും കൂടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. അപ്പം നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഗുണമായെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. നമ്മുടെ ഈ ഒരു ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ ഞാൻ പ്രധാനമായിട്ടും വാഹനം പഠിക്കുന്ന ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടേക്കുന്നത്. എന്നാൽ വണ്ടി നന്നായിട്ട് ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് വേണ്ടി വീഡിയോകൾ ചെയ്തിട്ടില്ല. കാര്യം വണ്ടി നന്നായിട്ട് എല്ലാവർക്കും തന്നെ ഓടിക്കാനായിട്ട് അറിയാം. എന്നാൽ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും വാഹനം നന്നായിട്ട് ഓടിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മളൊക്കെ ലേണേഴ്സ് എഴുതാൻ പോകാനായിട്ടുള്ള ഒരു ടൈമിൽ ലേണേഴ്സിൻ്റെ ബുക്ക് പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇപ്പോഴും ലേണേഴ്സിൻ്റെ ബുക്കിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പടം കൊടുത്തിട്ട് ആ പടത്തിനകത്ത് നമുക്ക് സ്റ്റിയറിങ്ങിനെ ഒരു ക്ലോക്ക് രൂപത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലോക്ക് രൂപത്തിൽ കാണിക്കുന്ന സമയത്ത് 9 മണി ഒക്കെ ആകുന്ന സമയത്ത് ഇത് 9 മണി ഇവിടെ, 3 മണി ഇവിടെ, ഇങ്ങനെ ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. 9:03 എന്നാണത് പറയുന്നത്. നമ്മൾ കൈകൾ ഇങ്ങനെ പിടിക്കുന്ന ഒരു പൊസിഷനാണ്. പിന്നെ കൊടുത്തേക്കുന്നത് 10-10 പൊസിഷനാണ്. അതായത് 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആകുമ്പോൾ സൂചി നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ, ഇങ്ങനെ ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് 8-4 പൊസിഷനാണ്. അതായത് 8 മണി കഴിഞ്ഞ് 8 മണിയും 4 മണിയും 8-4 പൊസിഷൻ. അപ്പോൾ ഇങ്ങനെ 3 പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ലേണേഴ്സിൽ അത് കൊടുത്തേക്കുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഈ 3 പൊസിഷനിൽ ഏതെങ്കിലും ഒരു പൊസിഷനിലാണ് നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോഴിറങ്ങുന്ന വാഹനങ്ങളിൽ നമുക്ക് എയർ ബാഗ് സംവിധാനം വരുന്നു. ഇപ്പോൾ ഈ വണ്ടിക്ക് എയർ ബാഗ് ഇല്ല. ഇത് 2017 മോഡൽ, ഒരു 16 മോഡൽ ഒരു വണ്ടിയായത് കൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ എയർ ബാഗ് സംവിധാനമില്ല. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക നന്നായിട്ട് വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും? സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യും. കാരണം വാഹനത്തിന് പവർ സ്റ്റിയറിംഗ് ആണ്. ഇനി പവർ സ്റ്റിയറിംഗ് അല്ലാത്തൊരു വണ്ടിയാണെങ്കിൽ പോലും, ഇത്തരത്തിലുള്ളൊരു വണ്ടിയാണെങ്കിൽ ഓടി തുടങ്ങുമ്പോൾ നമുക്ക് ഒറ്റ കൈ കൊണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് ഇത്തരത്തിൽ ഇങ്ങനെ കൈയൊക്കെ റെസ്റ്റ് കൊടുത്ത് ഇങ്ങനെയൊക്കെ വണ്ടി നമ്മൾ ഓടിക്കാറുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും ഇത് അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾക്കൊരു പരിധിവരെ അറിയാം. നമ്മുടെ വാഹനത്തിന് ഏതെങ്കിലും തരത്തിൽ ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ വണ്ടിയുടെ ടയറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു, ടയർ പൊട്ടിപ്പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു, അല്ലെങ്കിൽ ഒരു കല്ലിലേക്ക് പെട്ടെന്ന് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് കല്ലിലേക്ക് കയറുന്ന സമയത്ത് ഈ സ്റ്റിയറിംഗ് എന്ത് ചെയ്യും? ഒന്നിങ്ങനെ ഒലയും. ഓക്കെ, അത് ടയറിലേക്ക് കയറുന്ന സമയത്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ടയർ പൊട്ടുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ സിംഗിൾ ഹാൻഡാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ, അത് മുഖാന്തരം അപകടം ഉണ്ടാകും. ഒപ്പം തന്നെ നമ്മളുടെ വണ്ടി ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, ഓക്കെ, നമ്മുടെ വണ്ടി മുന്നിലൊരു വാഹനത്തെ ഇടിക്കുകയോ അല്ലെങ്കിൽ മുന്നിലുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് പോയി ഇടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ വാഹനത്തിൻ്റെ എയർ ബാഗ് തീർച്ചയായിട്ടും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് മുന്നിലേക്ക് വരുന്ന സിറ്റുവേഷനിൽ നമ്മുടെ കൈ ഈ ഒരു ഭാഗത്താണ് ഇരിക്കുന്നതെങ്കിൽ കൈ എന്ത് ചെയ്യും? ഈ എയർ ബാഗ് കൂട്ടി നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ വന്ന് ഇടിക്കുകയും അത് വലിയ ആക്സിഡൻറ്റിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സിംഗിൾ ഹാൻഡ് ഡ്രൈവിംഗ് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി ഇതിൽ ഏത് പൊസിഷനാണ് നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞതാണ്, നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നിട്ട് കൈ ഇങ്ങനെ നിവർത്തുക. കൈ ഇങ്ങനെ നിവർത്തുന്ന സമയത്ത് നമ്മുടെ കൈയുടെ റിസ്റ്റ് ഭാഗം സ്റ്റിയറിങ്ങിൻ്റെ ടോപ്പിൽ ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലും ഇങ്ങനെ വരുന്ന ഈ ഒരു നിശ്ചിത സ്പേസാണ് ഡ്രൈവിങ്ങിൽ നമ്മൾ ഇടേണ്ടത്. അപ്പം നമുക്ക് ബ്രേക്കും ക്ലച്ചും ആണെങ്കിൽ പൂർണ്ണമായിട്ട് ചവിട്ടാം, നമുക്ക് നന്നായിട്ട് ഓടിക്കാൻ പറ്റും. ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ ഈ എൽബോയുടെ ഈ ഒരു ഭാഗത്തൊന്നും പെയിനോ മറ്റു കാര്യങ്ങളോ ഒന്നും വരില്ല. നമ്മൾ ഒരുപാട് ചേർന്നാണ് ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ഉള്ളൊരു പ്രശ്നം, നമുക്കിത് ഇവിടെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഈ നിശ്ചിത സ്പേസ് വരുമ്പോൾ നമ്മുടെ കൈ ഫ്രീ ആവുകയാണ്. ശരിക്കും പറയുവാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത്, ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഇത് ഗിയർ ലിവറിലേക്ക് ഇത്ര നിവർന്ന് വന്നിട്ടാണ്
ഇങ്ങനെയാണ് ഗിയർ ഇടുന്നത്. അപ്പോൾ നമ്മുടെ കൈ ഇവിടെ സ്ട്രെയിറ്റ് ആകുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിലോ നമ്മൾ ഗിയർ ഇടാൻ വരുമ്പോൾ നമ്മുടെ ഇവിടെ ഷോൾഡറിന് പെയിൻ വരാം. ഓക്കെ, അപ്പം അതുകൊണ്ട് ഈ നിശ്ചിത സ്പേസും കൂടെ ഇടുക. അപ്പോൾ ഈ സ്പേസ് ഇട്ടാൽ നമ്മൾ കൈ പിടിക്കേണ്ടത് എങ്ങനെയാണ്? ഈ സ്പേസ് ഇട്ടാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ കൈ വരുന്നത് 9-3 പൊസിഷനിലായിരിക്കും. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു. ഒരു 3-4 സെക്കൻഡിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ കൈ ഇങ്ങനെ 9-3 പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇരിക്കുന്നു. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. നമ്മളിതേ റോഡിലേക്ക് എടുക്കുകയാണ്. ഇനി തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഡ്രൈവിംഗ് പഠിക്കുന്നവർ ശ്രദ്ധിക്കുക, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. തിരിക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കണം. അതായത് നമ്മളൊരു 9-3 പൊസിഷനിൽ ഇങ്ങനെ പിടിച്ചേക്ക്. ഈ പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും നിവർത്തുന്ന സമയത്ത് ഇതാണ് ഏറ്റവും സേഫ്. ഓക്കെ, നിങ്ങളൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഇങ്ങനെ അല്ല ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റുകളൊക്കെ പരാജയപ്പെടും. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഇതെല്ലാം സ്ട്രിക്റ്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു വലിയ ബസ്സിൻ്റെ ഒരു ടെസ്റ്റ്, നമ്മൾ റോഡ് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർ ഇതാണ് നോക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? കൈ ഇങ്ങനെ തന്നെ ആയിരിക്കണം കൃത്യമായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ പിടിക്കേണ്ടത്. നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനെ പിടിക്കുന്നു. ഇപ്പം നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ലെവലിൽ ഓടിക്കാം. 2 കൈ നമ്മുടെ സ്റ്റിയറിങ്ങിലുണ്ട്. ഇനി അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുക? വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക, കൈ ഇങ്ങനെ പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. അപ്പോൾ ഒരു കൈ കൊണ്ട് ഈ 3 പൊസിഷനിൽ ബാലൻസ് ചെയ്യുക. ഇത് കണ്ടോ, ഒരു കൈ കൊണ്ട് നമ്മളിങ്ങനെ ബാലൻസ് ചെയ്യുന്നു. വീണ്ടും നമ്മുടെ കൈ ഇത് ഇത്തരത്തിൽ വരിക. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഈ 10-10 പൊസിഷൻ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് അതും കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്നുണ്ടോ, എടുത്തെടുത്ത് വളരെ സ്മൂത്തായിട്ട് എനിക്ക് തിരിക്കാൻ കഴിയുന്നുണ്ട്. അതുതന്നെയല്ല, അത് ഇങ്ങനെ തിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഓടിക്കുന്നത് ഒരു മാന്യമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ആണെന്ന് നമുക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടോ? അല്ലെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നിട്ട് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുക, നിങ്ങൾക്ക് തന്നെ അത് തോന്നും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ പോലെ 10-10 പൊസിഷൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഞാൻ ഇടുന്നു, വണ്ടി മെല്ലെ മുന്നോട്ട് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയർ ഇട്ട വണ്ടി മുന്നോട്ട് എടുക്കുന്നു. ഇനി വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, 2 കൈ ഇത്തരത്തിൽ വരുന്നു. ഇനി നമുക്ക് 10-10 പൊസിഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ കൈ പിടിച്ചേക്കാണ്. അതായത് നമുക്ക് ചെറിയ തിരിവുകളൊക്കെ അല്ലെങ്കിൽ ഒത്തിരി തിരിവുകളില്ലാത്ത റോഡിൽ ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടുന്ന് ഞാനിങ്ങനെ എടുത്ത് ഇത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഇപ്പോൾ ഇവിടെ ചെറിയൊരു തിരിവേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇതുപോലെ നമുക്ക് കൈ പിടിച്ച് ഡ്രൈവ് ചെയ്യാം. എടുത്തെടുത്ത് തിരിക്കേണ്ട സിറ്റുവേഷൻ അല്ല, ചെറിയ വളവും തിരിവൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ സ്മൂത്തായിട്ട് ഒരു 10-10 പൊസിഷൻ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം. നിങ്ങൾ നോക്കുക, കണ്ടോ? ഓക്കെ, ഇപ്പം ഞാൻ 10-10 പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇത് ആണോ നല്ലത് 9-3 ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക. സെക്കൻഡ് ഗിയറിലേക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ നമുക്ക് ലെഫ്റ്റ് തിരിയണം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു, അടുത്തൊരു ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്, ബ്രേക്ക് കാല് വരുന്നു. ഇനി ഇവിടെ ടേൺ എടുക്കണം. ടേൺ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇങ്ങനെ തന്നെ തിരിക്കുക. ഇതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇനി സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്താലോ? സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യുന്നതിന് പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഞാൻ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ. അപ്പം ഇതാണ് അതിൻ്റെ ഒരു സംവിധാനം സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. അപ്പം ഇത് എത്രത്തോളം സേഫ് ആണെന്ന് നിങ്ങൾ തന്നെ ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നോക്കുക. ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് നേരം എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാര്യം ഞാൻ പറയാം. എൻ്റെ കൈയുടെ ഞാൻ ഓൾറെഡി ഇവിടെയാണ് കൈ പിടിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റിയറിങ്ങിലേക്ക് കൊടുത്തേക്കുന്ന എൻ്റെ ഒരു ബലം എന്ന് പറയുന്ന ഒറ്റ കൈ കൊണ്ടുള്ള ഒരു ബലം, അത് മുഖാന്തരം എൻ്റെ ഇവിടെ ഈ ഷോൾഡറിന് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു പിടുത്തവും വരുന്നുണ്ട്. നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് ഒത്തിരി നേരം ഡ്രൈവ് ചെയ്യത്തില്ല. നിങ്ങളാണെങ്കിലും സിംഗിൾ ഹാൻഡ് ഓടിക്കുന്ന സമയത്ത് ഒരുപാട് നേരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊരു സ്ട്രെയിറ്റ് റോഡിൽ കയറി കഴിഞ്ഞാൽ ഓക്കെ, ഒരു നല്ല സ്ട്രെയിറ്റ് റോഡിൽ കയറി കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യാം. പക്ഷേങ്കിൽ അതിലും ഏറ്റവും സേഫ് എന്താണ്? 2 കൈ ഇത്തരത്തിൽ പിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടെ സേഫാണ് നമ്മുടെ ഡ്രൈവിംഗ്. ഓക്കെ, അപ്പം 2 കൈ കൊണ്ടുള്ള ഡ്രൈവിംഗ് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപകടം ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇത് കൃത്യമായിട്ടൊന്ന് പഠിക്കുക. നമ്മുടെ ഡ്രൈവിംഗ് രീതികളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം. ഇനി വരുന്ന ആളുകളിലൊക്കെ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റുകളൊക്കെ വളരെ ശക്തമായ നിയമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയിലേക്കും പോകാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വാഹനം പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടും ഡ്രൈവിംഗ് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ലൈസൻസ് എടുക്കാനായിട്ട് പോവുക. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ മുഖാന്തരം റോഡിലൊരു അപകടം ഒരു കാരണവശാലും ഉണ്ടാകാനായിട്ട് പാടില്ല. പഠിച്ചതിന് ശേഷം മാത്രം ഇറങ്ങുക. അത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓളമർത്തിയിടുക. അപ്പം ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.